ത്രിയേക ദൈവത്തിൻ്റെ സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ കൂട്ടത്തിന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 11 അധ്യായം 5 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിനും പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. ഈ കാലത്തും തിരഞ്ഞെടുക്കപ്പെട്ടതായ ഒരു ചെറിയ കൂട്ടമുണ്ട്. അത് മനുഷ്യരുടെ ആരുടെയും യോഗ്യത കൊണ്ടല്ല, അവരുടെ ആരുടെയും ഒരു പദവി കൊണ്ടോ യോഗ്യത കൊണ്ടോ യാതൊന്നുമല്ല. അത് ദൈവത്തിൻ്റെ കൃപയാലുള്ള ദാനമാണ്. ദൈവം കൃപയാൽ തിരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രത്യേക ജാതിയാണ് നാം ഓരോരുത്തരും. ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ ആകർഷിച്ചു, ദൈവത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ജീവനുള്ള വചനങ്ങൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു. ആ വചനം നമ്മൾ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ പ്രിയപ്പെട്ടവരെ അത് അനുഗ്രഹമായി തീരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. 49 സങ്കീർത്തനം 9 വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്. പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്. ഒരു മനുഷ്യൻ്റെ നഷ്ടപ്പെട്ടു പോയ ആത്മാവിനെയാണ് ദൈവം വീണ്ടെടുക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യന് ശരീരമുണ്ട്, പ്രാണനുണ്ട്, ആത്മാവുണ്ട്. എന്നാൽ പ്രാണൻ്റെ വീണ്ടെടുപ്പ് അത് മനുഷ്യരെ കൊണ്ട് സാധ്യമല്ല. മനുഷ്യൻ്റെ സമ്പാദ്യങ്ങൾ കൊണ്ട് സാധ്യമല്ല. മനുഷ്യൻ്റെ ഒരു കഴിവ് കൊണ്ടും യോഗ്യത കൊണ്ടും സാധ്യമല്ല. അവൻ്റെ പ്രാണൻ്റെ വീണ്ടെടുപ്പ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ദൈവം ഒരു മനുഷ്യനെ നോക്കുമ്പോൾ അവൻ്റെ ആത്മാവിനാണ് വില കൂടുതൽ. അത് കർത്താവ് തന്നെ പരസ്യ ശിക്ഷാനാളിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? ഈ ലോകം മുഴുവൻ നേടിയാലും ഈ ലോകത്തിന് മുഴുവൻ്റെയും കൂടെ വില കൂട്ടിയാലും അതിന് മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വിലയാകുന്നില്ല. സൃഷ്ടാവായ ദൈവത്തിന് അറിയാമായിരുന്നു. അത്ര വിലയേറിയവരാണ് നാം ഓരോരുത്തരും. നമുക്ക് ദൈവം ദാനമായി തന്നിരിക്കുന്ന ആത്മാവ് അത്ര വിലയേറിയതാണ്. അത് ദൈവത്തിൻ്റെ സ്വരൂപവും ദൈവത്തിൻ്റെ സാദൃശ്യവും ദൈവത്തിൻ്റെ തേജസ്സുമാണ്. ദൈവം സകല ജീവജാലങ്ങളെക്കാളും നമ്മെ അധികം അനുഗ്രഹിച്ചതാണ്. ആ ശ്രേഷ്ഠമായ പദവിയാണ് യേശുക്രിസ്തു തൻ്റെ വീണ്ടെടുപ്പിലൂടെ നമുക്ക് തരുന്നത്. റോമാലേഖനം 6 അധ്യായം 23 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്: ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ ശമ്പളമായ മരണം അനുഭവിച്ച് ഈ ഭൂമിയിൽ ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെട്ട് നാവിൽ സ്തുതി നഷ്ടപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യൻ്റെ ആ നഷ്ടപ്പെട്ട ആത്മാവിനെ വീണ്ടെടുക്കുവാൻ ദൈവം അധ്വാനിക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ കൃപാവരം. റോമാലേഖനം 6 അധ്യായം 23 വാക്യത്തിൽ 2 കാര്യവും പറയുന്നുണ്ട്. മരണവും ജീവനും പറയുന്നുണ്ട്. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നിന്ന് ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും പാപത്തിൻ്റെ പ്രേരണകളുണ്ട്. സാത്താൻ വളരെ മനോഹരമായി നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ ആകർഷകമായ പലതും കൊണ്ടുവന്ന് കാണിക്കും. അത് നമ്മളെ മാടി മാടി വിളിക്കും. അതെല്ലാ കാലത്തും ദൈവമക്കൾക്കുള്ള പരീക്ഷകൾ തന്നെയാണ്. അത് മരണത്തോടെ നിലനിൽക്കുന്നതാണ്. അത് മരണത്താൽ മാത്രമേ അത് വിട്ടുമാറുകയുള്ളൂ. സാത്താൻ വിട്ടുമാറുകയുള്ളൂ. ഈ പരീക്ഷണത്തെ നേരിടുവാൻ, അതിന് എന്ത് വില കൊടുത്തും നേടുവാൻ, ജയിക്കുവാൻ നാം തീരുമാനമെടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ അന്ത്യ കാലഘട്ടത്തിലെ പ്രസക്തമായ കാര്യം. നമുക്ക് ഓരോരുത്തർക്കും അറിയാം, ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് വളരെ വേഗം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ കാലഗതികൾ അത് നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് രണ്ടാമത് വരുന്നതിന് മുൻപ് അതിനുവേണ്ടി നാം ഒരുങ്ങിയിട്ടുണ്ടോ? കർത്താവ് തന്നെ പറഞ്ഞു, മനുഷ്യപുത്രൻ വരുന്ന എപ്പോഴും അറിയായികൊണ്ട് ഉണർന്നിരിപ്പീൻ, ഉണർന്ന് ഒരുങ്ങിയിരിപ്പീൻ. കർത്താവ് മുന്നറിയിപ്പ് തന്നിട്ടുള്ളതാണ്. നാം ഒരുങ്ങിയിരിക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അത് ഒരു മനുഷ്യൻ്റെയും കഴിവുകൊണ്ടല്ല എന്ന് വളരെ വ്യക്തമാണ് റോമർ 6:23. അത് ദൈവത്തിൻ്റെ ദാനമായ കൃപയാണ്. ഓരോ മനുഷ്യർക്കും ലഭിക്കുന്നതാണ്. ദൈവത്തിന് വിവേചനമൊന്നുമില്ല. ദൈവം ഓരോരുത്തർക്കും തരാൻ സന്നദ്ധനാണ്. ദൈവം മനുഷ്യന് വേണ്ടി എല്ലാം കരുതിയിട്ടുണ്ട്. ദൈവം ഇന്ന് മനുഷ്യന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. മനുഷ്യ മടങ്ങി വരിക എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ഇന്നും കാത്തിരിക്കുന്നുണ്ട്. ദൈവം നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കിയിട്ടുണ്ട്. മനുഷ്യൻ്റെ കണ്ണ് കാണാത്തതും ചെവി കൊണ്ട് കേട്ടിട്ടില്ലാത്തതും അവൻ്റെ ഹൃദയം കൊണ്ട് സങ്കല്പിക്കാത്തതുമായ മനോഹരമായ സ്വർഗീയ ഭവനം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുകയാണ്. അത് നമ്മുടെ നന്മപ്രവൃത്തികൾ കണ്ടിട്ടൊന്നുമല്ല,
നമ്മുടെ ജനനം കണ്ടിട്ടല്ല, നമ്മുടെ പദവികൾ കണ്ടിട്ടല്ല, ലോകാരംഭങ്ങൾക്ക് മുൻപ് തന്നെ ദൈവം അത് കണ്ടു. ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീ പൊയ്കയിൽ തള്ളിയിടുമെന്ന് വചനമാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വേണ്ടി ദൈവം സ്വർഗം ഒരുക്കിയിരിക്കുന്നത്, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. ഈ ലോകത്തിലെ സകലത്തെയും ദൈവം മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചു. ആരെയുടെയും ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, അതും മനുഷ്യന് വേണ്ടി. എന്നാൽ സകലതും സൃഷ്ടിക്കുമ്പോൾ ദൈവം മനുഷ്യന് വേണ്ടി സ്വർഗം സൃഷ്ടിച്ചു. മനോഹരമായ സ്വർഗം ദൈവം സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകരുതേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഓരോ മനുഷ്യ ഹൃദയങ്ങളുടെയും വാരുക്കൽ മുട്ടി വിളിച്ചുകൊണ്ട് അവൻ നമ്മുടെ ഓരോരുത്തരുടെയും പേര് ചൊല്ലി വിളിച്ചുകൊണ്ട് അവൻ മെനക്കെട്ട് നിൽക്കുകയാണ്. നാം നടക്കുന്ന ഓടുവഴിയിലൂടെ നമ്മുടെ പിന്നാലെ നടക്കുന്നുണ്ട്, നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നുണ്ട്. എന്നാൽ അനേകർ ആ വിളി കേൾക്കുന്നില്ല, അനേകർ ആ വിളി ശ്രദ്ധിക്കുന്നതേ ഇല്ല. അവിടെ സ്വന്തം വഴികളിലൂടെ അവർ നടക്കുന്നു. എന്ന് ദൈവരാജ്യം എന്നുള്ളത് ലക്ഷ്യമാക്കിയ എത്ര ആളുകളുണ്ട്? കർത്താവ് തന്നെ പറഞ്ഞു, വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കമാണ്. പ്രിയപ്പെട്ടവർ, ഇടുങ്ങിയ വഴിയിലൂടെ ഞെരുക്കമുള്ള വാതിൽ കടന്ന് ആ ചുരുക്കം ചിലർ കടക്കുന്നതായ സ്വർഗത്തിലെത്തുവാൻ തൊക്കെയാണ് ഞാൻ തീരുമാനമെടുത്തിട്ടുണ്ടോ? ഞാൻ അതിനുള്ള സമർപ്പണം എനിക്കുണ്ടോ? ആ രീതിയിലാണോ ഞാൻ എൻ്റെ ഓരോ നിമിഷവും ചിലവഴിക്കുന്നത്? എൻ്റെ ഓരോ നിമിഷവും ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് ദൈവമായുള്ള ആ സജീവമായ ബന്ധത്തിലാണോ? ദൈവത്തിൻ്റെ സ്തോത്രം. ഇത് നാം ഉറപ്പ് വരുത്തേണ്ടിയിരിക്കുന്നു. ഇന്ന് നാം ഉറപ്പ് വരുത്തുന്നില്ലെങ്കിൽ നാളെ നമ്മളെ സഹായിക്കാൻ വേറെ ആരും കാണുകയില്ല. നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. ലേവ്യ പുസ്തകം 17-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഞാനത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. സ്തോത്രം. രക്തം മൂലം പ്രായശ്ചിത്തം. മനുഷ്യൻ്റെ പാപങ്ങൾക്ക് രക്തം മൂലം പ്രായശ്ചിത്തം. ഞാൻ ചെയ്ത പാപത്തിൻ്റെ പ്രായശ്ചിത്തം എൻ്റെ പിതാവിന് വഹിക്കാൻ സാധ്യമല്ല, എൻ്റെ മക്കൾക്ക് വഹിക്കാൻ സാധ്യമല്ല, എൻ്റെ ഭാര്യയ്ക്ക് വഹിക്കാൻ സാധ്യമല്ല, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ആർക്കും വഹിക്കാൻ സാധ്യമല്ല. കാരണം ഏത് മനുഷ്യൻ്റെയും രക്തം പാപമുള്ളതാണ്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു. വളരെ വ്യക്തമായി വചനം പറയുന്നു. അതുകൊണ്ട് പാപമില്ലാത്ത രക്തം, അത് ഊനമില്ലാത്ത കുഞ്ഞാടിൻ്റെ രക്തം, ആ രക്തമാണ് ജീവൻ മൂലം പ്രായശ്ചിത്തമാകുന്നത് നാം ഇപ്പോൾ വായിച്ചു കേട്ടു. ഇനി എൻ്റെ 14-ാമത്തെ വാക്യം കൂടെ വായിക്കാം. ലേവ്യ പുസ്തകം 17-ാം അധ്യായം 14-ാം വാക്യം. സകല ജഡത്തിൻ്റെയും ജീവൻ അതിൻ്റെ ജീവാധാരമായ രക്തം തന്നെ. സ്തോത്രം. സകല ജഡത്തിൻ്റെയും ജീവൻ അതിൻ്റെ ജീവാധാരമായ രക്തം തന്നെ. ഒരു മനുഷ്യനിൽ ജീവൻ നിലനിൽക്കുന്നത്, ഏതൊരു ജീവിയിലും ജീവൻ നിലനിൽക്കുന്നത് ജീവനാധാരമായ രക്തം ആ വ്യക്തിയിലുള്ളത് കൊണ്ടാണ്. ആ രക്തമാണ് പ്രായശ്ചിത്തമാകുന്നത്. അഥവാ കർത്താവായ യേശുക്രിസ്തു എന്ന ഊനമില്ലാത്ത കുഞ്ഞാടിൻ്റെ ജീവനാണ് നമുക്ക് മറുപടിയായി കൊടുത്തത്. നമ്മുടെ ഓരോരുത്തരുടെയും വില നാം അറിയണം. ആ വിലയേറിയ സമ്പത്ത്, അതിനു വേണ്ടി കർത്താവിൻ്റെ പിന്നാലെ നടക്കുകയാണ്. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ പിന്നാലെ നടക്കുന്നുണ്ട്. നമ്മെ ഓരോരുത്തരെയും പേർ ചൊല്ലി വിളിക്കുന്നുണ്ട്. നമ്മുടെ കാലുകൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ മകനെ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീനെന്നുള്ള ശബ്ദം പിറകിൽ നിന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാലും എത്ര പേര് കേൾക്കാറുണ്ട്? എത്ര പേര് ശ്രദ്ധിക്കാറുണ്ട്? എത്ര പേരുടെ ജീവിതത്തിൻ്റെ വ്രതമാണത്? അത് നാം ഓരോരുത്തരും സ്വയം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എബ്രായ ലേഖനം 9-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയും: ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു, എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിച്ചു. അവൻ്റെ സ്വന്തം രക്തത്താൽ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. സ്തോത്രം. പഴയ നിയമകാലത്ത് പുരോഹിതന്മാർ ദൈവാലയത്തിൽ മനുഷ്യർക്ക് വേണ്ടി യാഗമർപ്പിക്കുന്നു. വാസ്തവത്തിൽ അങ്ങനെ ഒരു യാഗം ദൈവം ക്രമീകരിച്ചു വെച്ചത് പാപം ചെയ്യുന്ന മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന്. ആ പാപിയല്ല കൊല്ലപ്പെടുന്നത്, പകരം യാഗമൃഗമാണ്. വാസ്തവത്തിൽ അവൻ ചിന്തിക്കേണ്ടതാണ്, ഞാൻ ചെയ്ത പാപത്തിന് ഞാൻ മരിക്കേണ്ടതിന് പകരം പാപത്തിൻ്റെ ശമ്പളമായ മരണം എനിക്ക് ഒഴിവാക്കി തരേണ്ടതിന് സ്നേഹവാനായ ദൈവം ഒരു മൃഗത്തിൻ്റെ യാഗത്തിൽ പ്രസാദിക്കുന്നു. ഒരു മൃഗം അറക്കപ്പെടുന്നു, ഒരു മൃഗം കൊല്ലപ്പെടുന്നു, ആ മൃഗം കരയുന്നു, എൻ്റെ പാപങ്ങൾ മോചിക്കപ്പെടുന്നു. അതിലൂടെ വാസ്തവത്തിൽ മനുഷ്യൻ യഥാർത്ഥ യാഗമായ ദൈവത്തെ കാണേണ്ടതായിരുന്നു. എന്നാൽ യഹൂദൻ
ഇസ്രായേൽ ജനം ചടങ്ങുകളിൽ മുഴുകിപ്പോയി. അവരെ ചടങ്ങുകളിൽ മാത്രം ആശ്രയിച്ചു. അവർ പെരുന്നാളുകളിലും യാഗങ്ങളിലും പ്രാർത്ഥനകളിലും എല്ലാം വളരെ മനോഹരമായ ചിട്ടയായി എല്ലാം ക്രമീകരിച്ച് അവൻ അതിൽ ആശ്വസിച്ചുകൊണ്ടിരുന്നു. അതവൻ്റെ പാപമോചനത്തിന് പരിഹാരമായി അവൻ ന്യായപ്രമാണത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അഭിമാനത്തോടെ നിന്നുകൊണ്ടിരുന്നു. സ്വന്തം പാപം കണ്ടില്ല. സ്വന്തം പാപത്തിൻ്റെ ശാശ്വതമായ പരിഹാരത്തിന് എന്ത് ചെയ്യണമെന്ന് അവൻ കണ്ടില്ല. അവനത് തിരിഞ്ഞു നോക്കിയുമില്ല. അതിനേക്കാൾ വഷളായി തീർന്ന ഒരു കാലത്തിലല്ലേ ഇന്ന് നാം ജീവിക്കുന്നത്? ഇന്ന് ആർക്ക് വിശുദ്ധി ലക്ഷ്യമാണ്? ഇന്ന് ആർക്ക് വിശുദ്ധരായി ജീവിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്? ആർക്ക് എൻ്റെ തുച്ഛമായ ഈ ജീവിതം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്? ആർക്കുമില്ല. എന്നാൽ ഒരിക്കലായി കർത്താവായ യേശുക്രിസ്തു ഗോകുൽത്തായിൽ മരക്കുരിശിലേക്ക് കയറി എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ്റെയും വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ഇത് അനേകർ അറിയുന്നില്ല എന്നും പാവവഴികളിൽ മനുഷ്യൻ ജീവിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയും: നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവീൻ. എന്താണ് അപ്പോസ്തലൻ പറഞ്ഞത്? എത്ര വലിയൊരു മർമ്മമാണ് അപ്പോസ്തലൻ നമ്മെ ഓർപ്പിച്ചത്. വിശ്വാസികൾ മരിച്ചിട്ട് ജീവിക്കുന്നവരാണ്. വിശ്വാസികൾ മരിച്ചിട്ട് ജീവിക്കുന്നവരാണ്. ആണോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ ജീവിതത്തിൽ മരണം വന്നിട്ടുണ്ടോ? വാസ്തവത്തിൽ ക്രൂശ്, ഞാനെന്ന് പറയുന്ന സ്വയത്തെ വെട്ടുന്നതായ ക്രൂശ്, ആ മരണം എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? കുരിശ് വരയ്ക്കുന്ന ക്രിസ്ത്യാനി, കുരിശിനെ ആദരിക്കുന്ന ക്രിസ്ത്യാനി, കുരിശ് ധരിക്കുന്ന ക്രിസ്ത്യാനി പാപത്തിന് മരിച്ചവനാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. എത്ര പേർക്കതറിയാം? കുരിശ് ധരിക്കുന്നവരുണ്ട്, കുരിശ് വരയ്ക്കുന്നവരുണ്ട്, കുരിശിനെ ആദരിക്കുന്നവരുണ്ട്. ഒന്നും വേണ്ട എന്ന് പറയുന്നില്ല. എന്നാൽ കുരിശ് ധരിച്ച ക്രിസ്ത്യാനി, കുരിശ് വഹിക്കുന്ന ക്രിസ്ത്യാനി പാപത്തിന് മരിച്ചവനാണ്. ഇന്ന് എത്ര പേരങ്ങനെ കാണും? പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈ വചനം വരട്ടെ. നിങ്ങൾ ചെവി തുറന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുക. ഈ വചനപ്രകാരം തങ്ങളെ തന്നെ ഒരുക്കുന്നവർ എത്ര പേരുണ്ട്? ശാന്തമായി നിങ്ങൾ ചിന്തിക്കുക. ദൈവത്തിൻ്റെ സ്തോത്രം. കുരിശ് വരയ്ക്കുന്നത് എന്തിനാണ്? അനേകർക്കത് അറിഞ്ഞുകൂടാ. നമ്മുടെ കർത്താവായ യേശുമിശിഹ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിനെ ഓർത്ത് നെറ്റിയിൽ നിന്ന് നെഞ്ചിലേക്കും ഇടത്തേതിൻ്റേതായിരുന്ന നമ്മെ വലത്തേതിൻ്റേതാക്കി തീർത്തത് കൊണ്ട് ഇടത്തെ തോളിൽ നിന്നും വലത്തെ തോളിലേക്കും നാം കുരിശ് വരയ്ക്കുന്നു. നാം ഇടത്തേതിൻ്റേതായിരുന്നു. ഒരിക്കൽ നാം പാപത്തിലായിരുന്നു. ഒരിക്കൽ ഞാൻ പിശാചിൻ്റെ അടിമത്തത്തിലായിരുന്നു. എല്ലാം ശരിയാണ്. എന്നാൽ ഇന്ന് ഞാൻ വലത്തേതിൻ്റേതായി തീർന്നു. ഇനി ഞാൻ എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്ന വിളിക്ക് യോഗ്യനായി ഞാനും തീർന്നിരിക്കുന്നു. എത്ര പേർക്ക് ആ ബോധ്യമുണ്ട്? ആ ബോധ്യം കിട്ടിയിട്ടാണോ നാം കുരിശ് വരയ്ക്കുന്നത്? അല്ലാതെ കുരിശ് വരയ്ക്കുന്നത് വെറും വ്യർത്ഥമാണ്. അത് കണ്ട് പിശാച് പൊട്ടിച്ചിരിക്കും. അത് കണ്ടവൻ പരിഹാസത്തോടെ ചിരിക്കും. അല്ലാതെ കുരിശ് വരയ്ക്കുന്നത് കണ്ടെന്നോർത്ത്, ഒരു ക്രിസ്ത്യാനി കുരിശ് വരയ്ക്കുന്നത് കണ്ടെന്നോർത്ത് അവനൊരു ഭയവുമില്ല. പ്രിയപ്പെട്ടവർ, കുരിശ് വരയ്ക്കുന്നവൻ, കുരിശിനെ മാനിക്കുന്നവൻ പാപത്തിന് മരിച്ചവനാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. കുരിശെന്ന് പറഞ്ഞാൽ അത് കർത്താവായ യേശുക്രിസ്തു തന്നെ പറഞ്ഞില്ലേ? ഒരുവൻ എൻ്റെ പിന്നാലെ ഒരു അനുച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. നാം തന്നെത്താൻ ത്യജിച്ചവരാണോ? സ്വന്തം ഇഷ്ടങ്ങളോട് യാത്ര പറഞ്ഞവരാണോ? ഇന്നെനിക്ക് സ്വന്തം ഇഷ്ടങ്ങളില്ല എന്നുള്ളത് എത്ര പേർക്ക് അറിയാം? സ്വന്തം ഇഷ്ടങ്ങൾ ഇന്നുണ്ടോ? സ്വന്തം ഇഷ്ടം വെച്ചുകൊണ്ടാണോ നീ ദൈവത്തെ വിളിക്കുന്നത്? ആ ദൈവം നിൻ്റെ വിളി കേൾക്കുമോ? പ്രിയപ്പെട്ടവർ, ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ പ്രാർത്ഥന ഈ ആയാറ് കടന്നു വേണം ദൈവസന്നിധിയിലെത്താൻ. ആയാറിൽ ദുഷ്ടാത്മസേന നിറഞ്ഞു നിൽക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. മനുഷ്യർക്ക് വസിക്കുന്നതിന് വേണ്ടി ഭൂമിയിലായിരുന്ന പിശാചിനെ ദൈവം അവിടെ നിന്ന് ആട്ടിപ്പായിച്ച് ഈ ഭൂമിയെ വെള്ളം കൊണ്ട് കഴുകി വെള്ളത്തിൽ മുക്കിയിട്ടിരിക്കുകയായിരുന്നു. സ്തോത്രം. ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടതായ സാത്താൻ അവൻ്റെ സൈന്യങ്ങളും ഈ ആയാറിൽ, ഈ ആകാശത്തിൻ്റെ ഒന്നാം വിധാനത്തിൽ ഭൂമി ഒരു മുകളിലേക്കുള്ള ഒന്നാമത്തെ തട്ട്, അതിന് പിതാക്കന്മാർ പറയുന്നത് ആയാറെന്നാണ്. ആ ആയാറിൽ പിശാചുക്കൾ ഇന്ന് അധിവസിക്കുകയാണ്. ഈ ആയാറ് കടന്നുവിടാൻ നമ്മുടെ പ്രാർത്ഥന ചെല്ലാൻ, അങ്ങ് സ്വർഗത്തിലെത്താൻ പ്രാർത്ഥന എത്തുമോ പ്രിയപ്പെട്ടവർ? എത്ര പേർക്ക് ആ ബോധ്യമുണ്ട്? പ്രാർത്ഥിക്കുന്നവരുണ്ട്, നല്ല ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്, നല്ല ആലങ്കാരികമായ ഭാഷയിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. എൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തുമോ? ആരുടെ പ്രാർത്ഥനയാണ് സ്വർഗത്തിലെത്തുന്നത്? പിശാചിന് യാതൊരു അവകാശവുമില്ലാത്ത നിർമ്മലമായ പ്രാർത്ഥന.
അത് പിശാചിന് തടയാൻ ഒക്കുകയില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. അതവിടെ എത്തുമോ? മേലെ ആ മൂർശലേം വാതിലുകൾക്കുള്ളിൽ ആ സ്വർഗീയ സിംഹാസനത്തിൽ എൻ്റെ പ്രാർത്ഥന എത്തുമോ? ദയവായി ദൈവമൊക്കെ ചിന്തിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. വിശ്വാസികൾ ആരെല്ലാമാണ്? വിശ്വാസികൾ മരിച്ചിട്ട് ജീവിക്കുന്നവരാണ്. അവരുടെ അവയവങ്ങൾ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിച്ചവയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ അവയവങ്ങൾ ഞാൻ സ്വതന്ത്രമായി ഉപയോഗിക്കുകയല്ലേ? ശാന്തമായി ദയവായ ദൈവങ്ങളൊന്ന് ചിന്തിക്കുമോ? ഞാൻ എന്താണ് പറയുന്നത്? എനിക്കിഷ്ടമുള്ളത് പറയുന്നു. ഞാൻ എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്? എനിക്കിഷ്ടമുള്ളപ്പോൾ എഴുന്നേൽക്കുന്നു. ഞാൻ എപ്പോഴാണ് കിടക്കുന്നത്? എനിക്കിഷ്ടമുള്ളപ്പോൾ ഞാൻ കിടക്കുന്നു. ഞാൻ എന്താണ് കഴിക്കുന്നത്? എനിക്കിഷ്ടമുള്ളത് കഴിക്കുന്നു. ഇതല്ലേ ഇന്നത്തെ ക്രിസ്ത്യാനിയുടെ ജീവിതം, പ്രിയപ്പെട്ടവരെയും. അതുകൊണ്ടല്ലേ ജഡത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യലേഖനത്തിൽ പറയുമ്പോൾ ചാഢ്യം എന്ന് പറഞ്ഞാൽ ഒരു നിർബന്ധം, എൻ്റെ നിർബന്ധം, ഞാൻ പറയുന്നത് നടക്കണം. ഇത് ക്രിസ്ത്യാനിക്കുള്ളതല്ല പ്രിയപ്പെട്ടവർ. ജഡത്തിൻ്റെ പ്രവൃത്തികളാണ്. അത് ജഡീകൻ്റെ പ്രവൃത്തികളാണ്. പിശാച് നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രവൃത്തികളാണ്. ആ വ്യക്തി എത്ര മനോഹരമായി പ്രാർത്ഥിച്ചാലും, ഏത് വിശുദ്ധന്മാർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിച്ചാലും പ്രാർത്ഥന സ്വർഗത്തിലെത്തുകയില്ല. അവരുടെ അവയവങ്ങൾ വിശുദ്ധിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിച്ചവയാണ്. സ്തോത്രം. നിങ്ങൾക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഞാനിങ്ങനെ പാരമ്പര്യം പറഞ്ഞ് കേട്ടിട്ടുണ്ട്. വേറെ തെളിവുള്ള കാര്യങ്ങളൊന്നുമല്ല കേട്ടോ. ബറാബാസ് വിടുവിക്കപ്പെട്ടു. യേശു ക്രൂശിക്കപ്പെട്ടപ്പോൾ ബറാബാസിനെ വിട്ടു. പിലാത്തോസ് അങ്ങനെ പരസ്യമായി വിളിച്ചു പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഞാൻ ആരെ പൂജിപ്പിച്ചു തരണം? ബറാബാസിനെയോ നിങ്ങളുടെ രാജാവായ യേശുവിനെയോ, നസ്രായനായ യേശുവിനെയോ? ഇസ്രായേൽ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു, ബറാബാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കുക. സ്തോത്രം. ബന്ധനത്തിലായിരുന്ന ബറാബാസിന് റോമൻ ഭടൻ പോയി സ്വതന്ത്രനാക്കി. പറഞ്ഞു, നിന്റെ സ്വതന്ത്രനാക്കിയിരിക്കുന്നു. അവൻ അത്ഭുത സ്തബ്ധനായി താൻ എന്താണ് ഈ കേൾക്കുന്നതെന്ന് അറിയാതെ കണ്ണു പിടിച്ച് നിൽക്കുമ്പോൾ പറഞ്ഞു, നിനക്ക് പകരം നസ്രായനായ യേശുവിനെ ക്രൂശിക്കുന്നു. നിന്നെ സ്വതന്ത്രനാക്കിയിരിക്കുന്നു. നിനക്ക് ധൈര്യമായി പോകാം. പിറയ്ക്കുന്ന പാദങ്ങൾ വെച്ച് ബറാബാസ് സ്വന്തം തടവറയിൽ നിന്ന് വെളിയിലേക്ക് വന്നു. അവൻ അറിഞ്ഞു കർത്താവായ യേശു ക്രിസ്തു തനിക്ക് വേണ്ടി മരിക്കുന്നതെന്ന്. അവൻ ഗോകുൽത്താലെ ലക്ഷ്യമിച്ചുകൊണ്ട് പതുക്കെ നടക്കുകയാണ്. അവന് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. അവൻ അറിഞ്ഞുകൂടാ എന്താണ് ഈ യേശു എന്നെക്കാളധികം ചെയ്തത്. എനിക്ക് പകരം നസ്രായനായ യേശുവിനെ ക്രൂശിക്കുവാൻ തക്കണം എത്ര വലിയ തെറ്റാണ് ഈ യേശു ചെയ്തത്. ബറാബാസിനെ അറിഞ്ഞുകൂടാ. അവൻ നടന്നു പോകുമ്പോൾ, ഗോകുൽത്തായിലേക്ക് നടന്നു പോകുമ്പോൾ വഴിയരികിൽ നിൽക്കുന്നതായ ഒരു വ്യക്തിയെ കണ്ടുകൊണ്ട് ചോദിച്ചു, സഹോദരാ, നിങ്ങൾ നസ്രായനായ യേശുവിനെ അറിയുമോ? അവൻ എന്ത് തെറ്റാണ് ചെയ്തത്? ആ വ്യക്തി പറഞ്ഞു, അവനെ ഞാൻ അറിയും. അവൻ എനിക്കൊരു ദോഷവും ചെയ്തില്ല. 38 വർഷമായുള്ള എൻ്റെ പക്ഷവാതം അവൻ മാറ്റി തന്നവനാണ്. എങ്കിൽ അവനെ ക്രൂശിക്കണ്ട നിങ്ങൾ പറയാൻ എന്താണ്? ആ വ്യക്തി തലകുനിച്ചു. ബറാബാസ് മുന്നോട്ട് പോയി. മറ്റൊരു സ്ത്രീ അവിടെ നിൽക്കുന്നു. സഹോദരി, നസ്രായനായ യേശുവിനെ നിങ്ങൾ അറിയുമോ? അവൻ എന്ത് തെറ്റാണ് ചെയ്തത്? അവൻ ഒരു തെറ്റ് ചെയ്തായി എനിക്കറിഞ്ഞുകൂടാ. 12 വർഷമായുള്ള എൻ്റെ രക്തസ്രാവം നീക്കി തന്നു. അതാണ് അവൻ എനിക്ക് ചെയ്തു തന്ന ഉപകാരം. എങ്കിൽ സഹോദരി, അവനെ ക്രൂശിക്കണ്ട നിങ്ങൾ പറയാഞ്ഞത് എന്താണ്? ആ സ്ത്രീയും തലകുനിച്ചു. ബറാബാസ് വീണ്ടും മുന്നോട്ട് നോക്കി. പ്രായമായ ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നു. ചോദിച്ചു, പ്രിയപ്പെട്ട മാതാവേ, ഈ നസ്രായനായ യേശുവിനെ അറിയാമോ? അവൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് അറിയാമോ? ഒന്നും പറഞ്ഞു തരാമോ? ആ സ്ത്രീ പറഞ്ഞു, എനിക്കവനെ അറിയാം. 18 വർഷമായുള്ള എൻ്റെ കൂന് അവൻ്റെ കൈ എൻ്റെ മുതുകിൻ്റെ മേൽ വെച്ച് എൻ്റെ കൂന് നിവർത്തി തന്നവനാണ്. അവൻ എനിക്കൊരു ദോഷവും ചെയ്തിട്ടില്ല. എങ്കിൽ പ്രിയപ്പെട്ട മാതാവേ, അവനെ ക്രൂശിക്കണ്ട നിങ്ങൾ പറയാഞ്ഞത് എന്തുകൊണ്ടാണ്? അവരും തലകുനിച്ചു. ഇനി ഈ ലോകത്തോട് ഞാൻ സംസാരിച്ച സമയം കളയുകയില്ല. ബറാബാസ് വേഗം മുന്നോട്ടോടി. ബറാബാസ് ഗോകുൽത്തായിലെത്തി. ബറാബാസിനെ പിടികിട്ടി. 2 കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിക്കപ്പെട്ട് കിടക്കുന്ന നസ്രായനായ യേശു ഇതാണെന്ന് അവന് പിടികിട്ടി. അവൻ ആ ക്രൂശിൻ ചൂട്ടിൽ പോയി നിന്നു. അവൻ യേശുവിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് യേശുവിൻ്റെ വായിൽ നിന്നൊരു ശബ്ദം, പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയായിയാൽ ഇവരോട് ക്ഷമിക്കണമേ. റോമൻ ഭടന് മനസ്സിലായില്ല. യേശു പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് മനസ്സിലായില്ല. എന്നാൽ ബറാബാസിനെ പിടികിട്ടി. എൻ്റെ ജീവിതത്തിലെ അസംഖ്യങ്ങളായ പാപങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു മധ്യസ്ഥനാണ് ഈ കിടക്കുന്നതെന്ന് മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. അവൻ ആ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കിക്കൊണ്ടങ്ങനെ നിന്നു. വീണ്ടും കർത്താവ് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. അവന് മനസ്സിലായി. റോമൻ ഭടന് മനസ്സിലായില്ല. അവൻ കയ്പ് കാടി വെച്ച് നീട്ടി.
എന്നാൽ അവന് മനസ്സിലായി, ബറാബാസിന് മനസ്സിലായി, നശിക്കുന്ന എൻ്റെ ആത്മാവിന് വേണ്ടി ദാഹിക്കുന്ന യേശു. അവനത് പിടികിട്ടി. പ്രിയപ്പെട്ടവരെ, അവൻ്റെ ഹൃദയം തുറന്ന് യേശുവിന് എന്തെല്ലാം പറയുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് അവൻ അവിടെ തന്നെ നിന്നു. അവസാനമായി യേശു പറഞ്ഞു, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവൻ എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്നു. പിടച്ചുകൊണ്ടിരുന്ന യേശുവിൻ്റെ ശരീരം അവൻ്റെ സ്വന്തം തോളിലേക്ക് അവൻ തല ചായിച്ച് നിശ്ചലനായി കിടന്നു. അവൻ്റെ കണ്ണുകൾ അടഞ്ഞു, കൈകാലുകൾ ചലനമില്ലാതായി. ആ അടഞ്ഞു കിടക്കുന്ന ആ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട്, ചലനമില്ലാത്ത കൈകാലുകളിലേക്ക് നോക്കിക്കൊണ്ട് ബറാബാസ് നിശബ്ദനായി അവിടെ നിന്നുകൊണ്ട് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടൊരു വാക്ക് പറഞ്ഞു, നസറായനായ യേശുവേ, ഞാനിവിടെ വരുമ്പോൾ നിനക്ക് ജീവനുണ്ടായിരുന്നു, നിന്റെ ശരീരം പിടയ്ക്കുന്നുണ്ടായിരുന്നു, നീ ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു. നീ അവസാനമായി പറഞ്ഞ വാക്ക് ഞാൻ കേട്ടു, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞു. നീ ജീവനെ വിട്ടു. നിന്റെ ജീവൻ എവിടെ? നിന്റെ ജീവൻ എവിടെ? നിന്റെ ജീവൻ ഇവിടെ തന്നെ ഉണ്ട്. സ്തോത്രം. ഞാനൊരു കാര്യം പ്രാർത്ഥിച്ചോട്ടെ, നിന്റെ ജീവൻ്റെ ഒരംശം എനിക്ക് തരാമോ? ഇനിയുള്ള നാളുകളിൽ എനിക്ക് വിശുദ്ധനായി ജീവിക്കണം. ഇനി എനിക്കൊരു ആശ്വാസപുത്രനായി എനിക്ക് ജീവിക്കണം. അവനങ്ങനെ പ്രാർത്ഥിച്ചുവെന്നും സ്വർഗീയ ജീവൻ അവൻ്റെ മേൽ വന്നുവെന്നും അവൻ ജീവൻ പ്രാപിച്ചവനായി ആ ക്രൂശിൻ്റെ അരിയിൽ നിന്ന് മടങ്ങിപ്പോയി എന്നും പാരമ്പര്യം പറയുന്നുണ്ട്. വേദോസ തെളിവുകളൊന്നുമില്ല. വചനം കേൾക്കുന്ന ധ്യാനിക്കുന്ന ദൈവവേദിലെ വളരെ എളിമയോടിനോടൊരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ. നീ ദൈവത്തിൻ്റെ വചനമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ സ്നേഹമാണ് നിൻ്റെ ഹൃദയത്തോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഏറെ കാലങ്ങളില്ല. ഈ വചനം കേട്ട് വിട്ടുകളയുവാൻ ഇനി ഏറെ കാലങ്ങളില്ല. ഇപ്പോൾ നിനക്ക് എൻ്റെ ഹൃദയം ഒന്ന് തുറക്കാമോ? കർത്താവേ, നിൻ്റെ ചലനമറ്റ കണ്ണുകൾക്ക് പകരം എൻ്റെ ചലനമുള്ള കാഴ്ചയുള്ള ഈ കണ്ണുകൾ ഞാൻ നിനക്ക് തരുന്നു. സമർപ്പിക്കാൻ ആരെല്ലാം ഉണ്ട്? കർത്താവേ, നിൻ്റെ ചലിക്കുന്ന കരങ്ങൾ, എത്രയോ പേരെ സൗഖ്യമാക്കിയ കരങ്ങൾ, എത്രയോ പേർക്ക് ജീവൻ കൊടുത്ത കരങ്ങൾ, എത്രയോ പേർക്ക് ആശ്വാസം അരളിയ കരങ്ങൾ, ആ കരങ്ങൾ ഇന്ന് നിശ്ചലങ്ങളാണ്. പകരം എൻ്റെ ഈ കരങ്ങൾ ഞാൻ നിനക്ക് തന്നോട്ടെ. ഈ കരങ്ങൾ എനിക്ക് ഉപയോഗിച്ചുകൊള്ളാമോ? സമർപ്പിക്കാൻ ആരുണ്ട്? കർത്താവേ, നീ ദേശങ്ങളിലെല്ലാം യഹൂദിയ നാടുകളിലൂടെ എല്ലാം ഓടി നടന്നതിൻ്റെ കാലുകൾ, ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ പോലും പോയി കണ്ട് സൗഖ്യമാക്കിയതിൻ്റെ കാലുകൾ ഇപ്പോൾ നിശ്ചലങ്ങളാണല്ലോ. കർത്താവേ, പകരം എൻ്റെ ഈ ചലിക്കുന്ന കാലുകൾ ഞാൻ നിനക്ക് തന്നുകൊള്ളട്ടെ. നിനക്കത് സ്വീകരിക്കാമോ? ഈ കാലുകൾ നിനക്ക് പ്രവർത്തിക്കാമോ? ഞാൻ ആകാവുന്നിടത്തോളം ഞാൻ ഓടിക്കൊള്ളാം. സമർപ്പിക്കാൻ ആരെല്ലാം ഉണ്ട്? തീരുമാനിക്കാൻ ആരെല്ലാം ഉണ്ട്? ഇപ്പോൾ ദൈവത്തോടൊരു വാക്ക് പറയാൻ ആരെല്ലാം ഉണ്ട്? കർത്താവെ, വൈകിയ വേളയാണ്. നല്ല കാലങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഒരു ചെറിയ അംശമുണ്ട്. ഈ അവശേഷിക്കുന്ന നാളുകൾ എത്രയെന്ന് അറിഞ്ഞുകൂടാ. അവിടുന്ന് രണ്ടാമത് വരുന്ന എപ്പോഴെന്ന് അറിഞ്ഞുകൂടാ. അഥവാ എൻ്റെ മരണം എപ്പോഴാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. എനിക്കുള്ളതായ നിസ്സാര സമയം, ആ സമയം ഞാൻ നിനക്ക് വേർപ്പെടുത്തി തരാൻ, നിനക്കായി സമർപ്പിക്കാൻ എനിക്ക് പൂർണ്ണ മനസ്സാണ്. എൻ്റെ ഹൃദയം ഞാൻ നിനക്ക് വേണ്ടി തുറക്കുന്നു. കർത്താവേ, റോമൻ ഗവൺമെൻറ്റിൻ്റെ മരക്കുരിശിലല്ല നീ മരിച്ചു കിടക്കേണ്ടത്. സ്തോത്രം. എൻ്റെ ഈ ഹൃദയത്തിൽ ജീവിക്കുവാൻ എനിക്ക് മനസ്സാണ്. സമർപ്പിക്കാൻ ആരെല്ലാം ഉണ്ട്? സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാറവീടുമാകുന്നു എന്ന് അരുളി ചെയ്തവനായ ദൈവം സ്വർഗീയ സിംഹാസനത്തിൽ ഇരിക്കുവാനല്ല, അവിടുത്തെ മഹത്വങ്ങൾ അനുഭവിച്ചുകൊണ്ട് അവിടെ ഇരിക്കുവാനല്ല, തൻ്റെ സൃഷ്ടാവായ മനുഷ്യൻ്റെ ഹൃദയത്തിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം. സ്തോത്രം. അവനെ സ്വർഗത്തിൽ എത്തിക്കുവാൻ അധ്വാനിക്കുന്നവനായ ദൈവം അവൻ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാരക്കൽ മുട്ടുകയാണ്. ദൈവവിധിലെ സ്വർഗത്തിൽ സിംഹാസനം വിട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പാറവീടും ഈ ഭൂമിയിലാണ്. അതെവിടെ? ദൈവത്തിൻ്റെ പാറകളിരിക്കേണ്ടത് എവിടെ? അത് മറ്റെങ്ങുമല്ല, എൻ്റെ ഹൃദയത്തിൽ. തീരുമാനിക്കാൻ ആരുണ്ട്? വാക്ക് പറയാൻ ആരുണ്ട്? ഈ ഹൃദയം പൂർണ്ണമായി ഞാൻ നിനക്ക് തരുന്ന കർത്താവേ, ഈ ഹൃദയത്തിൽ ധൈര്യമായി സമാധാനമായി ഇരുന്നു കൊള്ളുക. ഞാൻ തലപൊക്കുകയില്ല, എൻ്റെ സ്വയം ഉയരുകയില്ല, എൻ്റെ സ്വന്തം അഭിപ്രായങ്ങൾ ഞാൻ പറയുകയില്ല. ഞാൻ നിനക്ക് വേണ്ടി എന്നെ തന്നെ താഴ്ത്തുന്നു. നിന്നെ വഹിക്കുന്ന ഒരു കഴുതയായി തലമുറ നിൽക്കാൻ എനിക്ക് മനസ്സാണ്. കർത്താവേ, ഹൃദയത്തിലേക്ക് വരാമോ? എന്നെ അനുഗ്രഹിക്കാമോ? നിൻ്റെ അനുഗ്രഹകരമായ കരം ഇപ്പോൾ എൻ്റെ മേൽ വയ്ക്കാമോ? നിൻ്റെ ജീവദായകമായ രക്തം എനിക്ക് വേണ്ടി അവിടുന്ന് ഒഴുക്കി തന്നതാണല്ലോ കർത്താവേ. നിൻ്റെ മുറിഞ്ഞ കരങ്ങൾ ഇപ്പോൾ എൻ്റെ മേലൊന്ന് വയ്ക്കാമോ? എൻ്റെ ജീവിതത്തിലെ അറിയാറേയും വന്നുപോയ സകല പാപങ്ങളെയും കർത്താവെ തിരുരക്തത്താൽ കഴുകി തരാമോ? എന്നെ ഒന്ന് ശുദ്ധീകരിക്കാമോ? ശത്രുവിൻ്റെ സകല അവകാശത്തെ മുന്നിൽ നിന്ന് മാറ്റാമോ? എന്നെ നിന്നെ സ്വന്തമാക്കി തീർക്കാമോ? എൻ്റെ ഹൃദയത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് എന്നെ നടത്തി, എന്നെ നയിച്ച്, എന്നെ നിയന്ത്രിച്ച്
എന്നെ സമ്പൂർണ്ണമായി നിയന്ത്രിക്കാൻ എനിക്ക് പൂർണ്ണ മനസ്സാണ് കർത്താവേ. എന്നെ സ്വർഗ്ഗരാജ്യത്തിലെത്തിക്കാൻ അവിടുന്ന് അധ്വാനിക്കണമേ. ആളാം പ്രതി അനുഗ്രഹിക്കണമേ. ഇപ്പോൾ ഈ വചനം കേട്ട് സമർപ്പിച്ച മനുഷ്യരെ, വ്യക്തികളെ ഓരോരുത്തരെയും നീ കാണുന്നുവല്ലോ. അവരുടെ മേതിൻ്റെ മുറിഞ്ഞ കരങ്ങൾ വെക്കണമേ. തീരെ രക്തത്താൽ അവരെ കഴുകണമേ. ആളാം പ്രതി അവരെ വീണ്ടെടുക്കണമേ. എല്ലാവരും രക്ഷയുടെ സന്തോഷം ഒരുപാട് കൃപ നൽകണമേ. രണ്ടാമത്തെ വരവിനായി ഞങ്ങളെ എല്ലാവരെയും ഒരുക്കണമേ. മാനവും മഹത്വം കൊടുത്ത് എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമീൻ.